ഹായ് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം ഇന്ന് ഈവനിങ് വ്ളോഗ് എടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലാണ്. 2 പീക്കിളികളുണ്ട് കേട്ടോ. ഭയങ്കര ഐഡിയാണ്. സ്കൂളില്ലെങ്കിൽ ഇവരെ പൊറപ്പിക്കാനാവുള്ളത്. ഇതാ കണ്ടോ തുടങ്ങി. ഈ ചെറിയ ചോട്ടനാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടിയിടേണ്ടത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഹീന വൈകുന്നേരം അപ്പം ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ മാഗി റെസിപ്പി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അപ്പം മാഗി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കിയാലോ എന്നിട്ട് കഴിക്കുന്നൊക്കെ കാണിച്ചു. അപ്പൊ നിങ്ങൾ മാഗി ഉണ്ടാക്കാൻ പോട്ടെ. അപ്പൊ ഞങ്ങൾ പോയിട്ട് മാഗി ഉണ്ടാക്കട്ടെ. അങ്ങനെ കുറേ ദിവസങ്ങളായിട്ടോ അലിമോനും റയ്യാനൊക്കെ മാഗി വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിന്ന് ഏതായാലും ഒരു ഉപ്പൻ്റെ കൂടെ പോയിട്ട് മാഗി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കാണ് പോയി വാങ്ങി വന്നത്. അപ്പം തുടങ്ങിയിട്ട് വെച്ചുതരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ചോറ് തിന്നിട്ട് ഞാൻ വെച്ചുതരാമെന്നും പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ മാഗി പൊട്ടിച്ചത് ഗൈസ് നന്നായിട്ട് പുറത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ മാഗി വെക്കുന്നത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ അതിലേക്ക് ഇതിൻ്റെ ഒരു പേക്ക് മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആ ഒരു പേക്ക് മസാല ഇട്ട് മിക്സ് ചെയ്താൽ ഈ മാഗിക്ക് നല്ലൊരു റെഡ് കളർ വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ മസാല ഇട്ടപ്പോഴേക്കും നല്ല ചൂടായി പോയിട്ട് നല്ല ഓവർ തീ കഴിഞ്ഞു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. ഇത് വെള്ളം തിളയ്ക്കാനൊന്നും നേരമല്ല. ഇവർക്ക് മാഗി തിന്നേണ്ട ആക്രാന്തത്തിൽ ഇവർ കളിക്കുന്ന കളി കണ്ടില്ലേ. അങ്ങനെ കുറേ സഹിച്ച് പിടിച്ച് ഇങ്ങനെ എന്തായാലും എല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങളിത് മാഗി വെക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ അടിയുണ്ട് പിടിയുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഇയാളിതാ പച്ച മാഗി എടുത്ത് കഴിക്കുന്നുണ്ട്. അതിനെ പലത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവേണ്ടോ? സ്കൂളില്ലാത്ത സമയത്ത് ഇവിടെ ഭയങ്കര ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഏതായാലും വെള്ളം ഒന്ന് തിളച്ച് വന്ന സമയത്ത്, വെള്ളം തിളച്ച് വന്ന സമയത്ത് തന്നെ ഈ തള എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കാൻ മതില്ലേ. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളിതാ ഈ മാഗികൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് വേണം ആ മാഗി കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ അതിലേക്ക് ഞാൻ എൻ്റെ വകയിട്ട് ഒരു എഗ്ഗും കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എഗ്ഗ് ഒഴിച്ചാൽ പ്രത്യേക ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തോളാട്ടോ ചെയ്യാം. അത് അതിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഞാനിത് അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അത് നമ്മൾ ഓരോരോ പണി എടുക്കുന്നതനുസരിച്ച് അതേ സമയത്ത് തന്നെ വൃത്തിയാക്കിയാൽ എന്താ പറയുക ഒരു ഇതാണ് അങ്ങനെ അത് അവിടെ ഒക്കെ ഒന്ന് തൊടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അന്നപ്പോഴേക്ക് ആ എഗ്ഗൊക്കെ ഒന്ന് ഉറച്ച് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യേ. അല്ലല്ലേ പേൻ നോക്കിട്ടോ പേനിട്ടോ അങ്ങനെ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കറണ്ടൊന്നും പോയിട്ട് കേട്ടോ. പോയ സമയത്ത് ഇൻവെർട്ടറൊക്കെ പോയി ഓണാക്കി അങ്ങനെ ലേറ്റ് വന്നു. അങ്ങനെ ഇത് ചെയ്താലും മാഗിയൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റൊക്കെ റെഡിയാക്കി അതിലേക്ക് എടുത്തിട്ട് വേണം സിറ്റൗട്ട് പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള മാഗി കഴിക്കുകയാണ്. അങ്ങനെ മാഗി ഇതാ വെന്തിടോ നോക്കിയപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിലെന്തായിട്ട് എക്സ്ട്രാ വെള്ളം കുറച്ച് അധികം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വെള്ളത്തോട് കൂടിയാണ്. അപ്പോൾ ഇത് 4 പ്ലേറ്റ് എടുത്തിട്ട് 4 പ്ലേറ്റിലേക്ക് ആക്കണം. ഞാനും 2 മക്കളും ഉമ്മച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 4 ആക്കും കൂടി ഇതാ വീതിച്ചിട്ട് വീതിക്കുന്ന സമയത്ത് ഒരടി ഉണ്ടാവും കേട്ടോ. എനിക്ക് കുറച്ചാണ് തന്നത്, എനിക്ക് കൂടുതൽ തന്നതെന്ന് പറഞ്ഞ് അതെല്ലാ വീട്ടിലും ഉണ്ടാവുന്ന വയ്ക്കില്ലേ. നമ്മളും ചെറുതായ സമയത്ത് അങ്ങനെ ആയില്ലല്ലേ. അങ്ങനെ ഏതായാലും തോനടിയും പിടിയൊന്നും ഇല്ലാതെ ഞാൻ ഏതായാലും വീതിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതായാലും പോയിട്ട് കഴിക്കട്ടെ. വെള്ളത്തിന് കുറവ് വെച്ചിട്ടേ കച്ചറ ഉണ്ടാക്കാണ്ടോ നോക്കിയില്ലേ.
അവൻ അങ്ങോട്ട് കൊണ്ടോട് ഭാഗത്ത് തരാം ഒരാടെ കൊണ്ടേ വെച്ചു ഒക്കെ ഇതുണ്ടാവോ അവരെ കുറേശ്ശെ കൊടുക്കുക ചൂടാ മക്കളും ചിന്ന ചിന്ന പോലെ ആരും ബൈ ബൈ. ബൈ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ. ലൈക്ക് അടിക്കണം, ഷെയർ അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.